നീ വസിച്ചിരിക്കുന്നതായിരിക്കുന്ന മണ്ണിൽ നിന്ന് എന്തെങ്കിലും ഇനി ശേഷിക്കുന്നുണ്ടോ എന്നാണ് വെറുതെ പറഞ്ഞാണോ ഞാൻ അങ്ങോട്ട് വരണ? ഞാൻ അങ്ങോട്ട് വന്നാലെല്ലാം തട്ടി മറിയും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒളിപ്പിച്ചു വെച്ചതെന്താ? എല്ലാവർക്കും കൊടുത്തില്ല, എനിക്ക് മാത്രമേ തരാതില്ല. ഏതായാലും പോയ കാര്യങ്ങളെല്ലാം ഭംഗിയായിന. അതിൽ സംതൃപ്തിയില്ലേ? ഇനി പോകണ്ടേ? ഇനി പോകണം എന്ന് പറഞ്ഞാൽ സംതൃപ്തി ഉണ്ട് എന്നല്ലേ അറിയും അല്ലേ? ഇല്ലെങ്കിലും പോകണ്ടല്ലോ. ഒരുപാടൊന്നും ഇല്ലെങ്കിലും എത്ര തന്നാലാന്ന് മതിയെന്ന് പറയാനാവോ? പറയാ ഇല്ല. മതി എന്ന വാക്കിനെ അല്ലെ, അതിന് അവസാനങ്ങളില്ലാതെ കർമ്മങ്ങളും അനുഭവങ്ങളും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അല്ലെ. ശരീരം കണ്ടാൽ അങ്ങനെ കഷ്ടപ്പെട്ടു എന്ന് പറയാനൊന്നും ആവില്ല. ശരീരം കണ്ടാൽ കഷ്ടപ്പെട്ടു എന്നൊന്നും പറയാനാവൂല. മനസ്സുകൊണ്ട് അല്ലെ ഒരുപാട് ഒരുപാട് വേദനകൾ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും ജീവിതമാണ് ഇവിടെയൊക്കെ ഉണ്ടാകുന്നത്. മുത്തപ്പ ആകണേതായി പോകുന്നതിന് മുമ്പേ ഒരു പൈൻകുറ്റി വെച്ച് കൊടുത്തിട്ട് യാത്രയായാൽ മതി അല്ലെ. എന്നെ ഈ രൂപത്തിൽ കാണുന്നില്ലെങ്കിലും എൻ്റെ ചെറുതായിരിക്കുന്ന ഒരു കർമ്മത്തിൽ എന്നെ കാണാൻ വേണ്ടിയിട്ട് അല്ലേ അങ്ങനെയല്ലേ പറയും. ആ കർമ്മത്തിൽ കൂടെ ഇന്ന് കാണണം കൂടെ ഘോരമായി രക്ഷിക്കാറില്ല. നിന്റെ കൈകളിൽ ഞാൻ ഒരുപാട് വലിയ പ്രവൃത്തിയെല്ലാം തന്നിട്ടുണ്ട്. സന്തോഷമല്ലേ? മുത്തപ്പ എന്നുള്ളതായിരിക്കുന്ന ഭക്തി വിശ്വാസത്തോടു കൂടി അമ്പളിക്കലയും തുമ്പപ്പൂവും ചൂടിയ ശങ്കരസ്വരൂപനായിരിക്കുന്ന മഹാദേവൻ്റെതായിരിക്കുന്ന രൂപത്തെ കൺകുളിർക്കെ കണ്ടു രാഷ്ട്രകാലങ്ങളിലും വലുതായിരിക്കുന്ന സൽപ്രവൃത്തികളിലേക്ക് കടന്നു ചെല്ലാനുള്ളതായിരിക്കുന്ന ഭാഗ്യങ്ങൾ ഉണ്ടായി അല്ലേ. എല്ലാം ധന്യമായിട്ട് സ്വീകരിച്ചു സന്തോഷകരമായിരിക്കുന്ന ഒരു ഫലം അനുഭവിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. ധനവും ധാന്യവും സമ്പാദ്യവും സമ്പത്തേക്കാൾ ഉപരി അല്ലേ മനസ്സിന് സമാധാനം ഉണ്ടാകുന്നത്. ആ സമാധാനം കുറഞ്ഞു പോയിട്ടുണ്ടല്ലോ. ഭഗവാൻ ഇല്ലാത്തതായിരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് ചിന്തിക്കാനാവുക ഇല്ല. ഞാൻ എന്നും ധനലായിട്ട് നിൽക്കട്ടെ എന്ന് നിങ്ങളൊക്കെ ആഗ്രഹിച്ചതല്ല അവർ സഫലമായി എന്നെ കാണൂലേ. ഉള്ളിലുള്ള വേദനയെ അരിയില്ലേ अच्छा